വധശിക്ഷ കിട്ടുമ്പോൾ അതൊരു കഷായമായി ആ കുട്ടി ഉൾക്കൊള്ളുന്നുവെന്ന് ഇന്ന് അവരുടെ ആ വിധി കേട്ട് നിൽക്കുന്ന ഭാവപ്രകടനത്തിൽ നിന്നൊന്നും മനസ്സിലാകുന്നതേയില്ല. നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ഗ്രീഷ്മ ഈ ജ്യൂസ് ചാലഞ്ച് നടത്തുമ്പോൾ മുതൽ ഷാരൂഡിനെ കൊല്ലാൻ ഉറപ്പിച്ചിരുന്ന ആളാണ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. 24 വയസ്സേ പ്രായമുള്ളൂ. ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തമായി മാറും എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പ്രതിയായാണ് ഇന്നത്തെ ഗ്രീഷ്മയെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒറ്റ വെട്ടിനോ അല്ലെങ്കിൽ ഒറ്റ കുത്തിനോ കൊന്നു കളയുകയല്ല, ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ഷാരൂണിനെ എന്നത് വേണം മനസ്സിലാക്കാൻ. ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാണ് ഇന്ന് ജഡ്ജ് ബ്രൂട്ടൽ മർഡറാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ശരിക്കും ഒരു സൈക്കോപാത്തിനേക്കാൾ വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഗ്രീഷ്മ പ്ലാൻ ചെയ്തിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ. നിനക്ക് കിട്ടിയ കൂലിയത്